ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോമിക് വണ്ടർ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എംസിയുടെ സൈഡിൽ നിന്ന് ഇപ്പോൾ കുറച്ച് പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഡിസ്നിയുടെ സൈഡിൽ നിന്ന് ഡിസ്നിയായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇവൻ്റ് അവർ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മുടെ മാർവലിൻ്റെ ഒരു പാനലും കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നിന്ന് നമുക്ക് നമ്മുടെ ഡെയർ ഡെവിലിനും അതേപോലെ തന്നെ വരാൻ പോകുന്ന അഗാത്ത സീരീസ് അയൺ ഹാർട്ട് ഇതിനെ പറ്റിയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവർ പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ഫസ്റ്റ് അപ്ഡേറ്റിലോട്ട് പോവുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ അഗാത്ത എന്നുള്ള ആ ഒരു സീരീസിനെ പറ്റി നമ്മളിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നൊരു സംഭവമാണ്. അതായത് ഇതിൻ്റെ ടൈറ്റിൽ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സംഭവത്തിൻ്റെ ഫസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ടുള്ള ഒരു കാലം മുതലേ ഇതിൻ്റെ ടൈറ്റിലുകൾ മാറി തിരിഞ്ഞ് നമ്മൾ പല പേരുകൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫൈനലി അതിൻ്റെ ഒരു റിലീസ് ഡേറ്റും അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഫൈനൽ ടൈറ്റിലാണെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇപ്പോൾ നമുക്ക് ഫൈനലി കിട്ടിയിട്ടുള്ളൊരു ടൈറ്റിലെന്ന് പറഞ്ഞാൽ അഗാത്ത ഓൾ അലോങ് എന്നാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളൊരു ടൈറ്റിലെന്ന് പറയുന്നത്. ട്രെയിലർ വരുന്ന സമയത്ത് ഇനി വേറെ ടൈറ്റിൽ വല്ല അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ നമുക്ക് അറിയത്തില്ല. എന്തായാലും ഈ ഒരു സീരീസ് വരാൻ പോകുന്നത് ഈ വർഷം സെപ്റ്റംബർ മാസത്താണ്. അതായത് ഇനിയും കുറേ ടൈമുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ മാർവലിൻ്റെ ഇനി ഒരു പുതിയ സീരീസ് നമ്മൾ കാണാൻ പോകുന്നുള്ളൂ. അതിന് മുന്നേ ചിലപ്പം വാട്ടിഫിൻ്റെയോ ചിലപ്പോൾ X-Men 97 അടുത്ത സീസൺ എന്തായാലുമൊക്കെ റിലീസ് ആവാൻ നല്ല സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ MCUവിൻ്റെ ഒരു കണക്റ്റഡ് ആയിട്ടുള്ളൊരു ഫസ്റ്റ് സീരീസ് ഈ വർഷത്തെ സെപ്റ്റംബർ 18 മാത്രമേ ഇനി റിലീസ് ആവത്തുള്ളൂ എന്നുള്ള കാര്യം ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ട്രെയിലർ നമുക്ക് ഉടനെ കിട്ടാൻ സാധ്യതയില്ല. അതിനുശേഷം നമ്മുടെ അയൺ ഹാർട്ട് എന്നുള്ളൊരു സീരീസ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പല റൂമേഴ്സൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇത് എന്തായാലും ഒരു റിലീസ് ആക്കുന്നുണ്ടെന്നുള്ളൊരു കൺഫേം ആയിട്ടുണ്ട്. ഈ ഒരു സംഭവം ഈ വർഷമില്ല, അടുത്ത വർഷമേ ഉള്ളതെന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. അതിനുശേഷം വന്നിട്ടുള്ള നെക്സ്റ്റ് പ്രോജക്റ്റ്, അതായത് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ് നമ്മുടെ ഡെയർ ഡെവിൽ ബോൺ അഗൈൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സീരീസിൻ്റെ ഏകദേശം റിലീസ് ഡേറ്റ് അവർ കൺഫേം ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ എടുത്ത് പറയാൻ പറ്റും. അതായത് ഈ വർഷം നമുക്ക് ഡെയർ ഡെവിൽ ബോൺ അഗൈൻ കിട്ടത്തില്ല എന്നുള്ള കാര്യം കൺഫേം ആയിട്ടുണ്ട്. അതായത് 2025 മാർച്ച് മാസമാണ് നമ്മുടെ ഡെയർ ഡെവിൽ ബോൺ അഗൈൻ റിലീസ് ആകാൻ പോകുന്നതെന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു അയൺ ഹാർട്ടിൻ്റെയും ഡെയർ ഡെവിലിൻ്റെ ഒരു പുതിയ ഒരു ടൈറ്റിൽ ലോഗോ അവർ റിവീലും ചെയ്തിട്ടുണ്ട് ഈ ഒരു ഇവൻറ്റിൽ വെച്ചിട്ട്. അപ്പോൾ എന്തായാലും ഇനി നമ്മുടെ ഡെയർ ഡെവിലിനെ നമുക്ക് നെക്സ്റ്റ് ഇയറേ കാണാൻ പറ്റത്തുള്ളൂ. അത് ഓൾമോസ്റ്റ് കൺഫേം ഒക്കെ ആയിരുന്നു. ഇപ്പം മാർച്ച് മാസമാണെന്ന് ഇപ്പോൾ ഏകദേശം കൺഫേമും ആയിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു കണ്ടക്റ്റിൽ, അതായത് ഈ ഒരു ഡിസ്നിയുടെ ഈ ഇവൻറ്റിൽ വെച്ചിട്ട് തന്നെ MCയുടെ മറ്റൊരു സംഭവം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഇനി മുതൽ സിനിമകളെ മാർവൽ സ്റ്റുഡിയോസിൻ്റെ ബാനറിലായിരിക്കും വരുന്നത്. അതേപോലെ തന്നെ ആനിമേറ്റഡ് സീരീസോ അല്ലെങ്കിൽ മൂവീസോ ഒക്കെ വരുന്നെങ്കിൽ മാർവൽ ആനിമേഷൻ എന്നുള്ളൊരു ബാനറിലും വരും. അതേപോലെ തന്നെ സീരീസിൻ്റെ സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ മാർവൽ ടെലിവിഷൻ എന്നുള്ളൊരു ബാനറിൻ്റെ കീഴിലായിരിക്കും ഈ ഒരു 3 ടോപ്പിക്കിലുള്ള, അതായത് ഈ ഒരു 3 തരത്തിലുള്ള പ്രോജക്റ്റുകൾ റിവീൽ ആവാൻ പോകുന്നത്. ഇത്രയും കാലം നമുക്ക് മാർവലിൻ്റെ ഏതൊരു പ്രോജക്റ്റ് വന്നാലും മാർവൽ സ്റ്റുഡിയോസ് എന്നുള്ളൊരു ലോഗോ അല്ലെങ്കിൽ ഒരു ഇൻട്രോ വന്നതിന് ശേഷമായിരിക്കും നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. ഇപ്പം ഇനി ഈ ഒരു 3 തരത്തിലുള്ളൊരു ബാനറിൻ്റെ കീഴിലായിരിക്കും നമുക്ക് ഇങ്ങനെ MCU പ്രോജക്ട്സും കാര്യങ്ങളൊക്കെ കിട്ടാനും പോകുന്നത്. അതിനുശേഷം എടുത്ത് പറയേണ്ട മറ്റൊരു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോവ എന്നുള്ളൊരു ക്യാരക്ടറിനെ പറ്റിയിട്ട് കുറേ നാൾക്ക് മുമ്പിലേ സിനിമ വരുന്നുണ്ട്, സീരീസ് വരുന്നുണ്ടെന്നൊക്കെ പല അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ഡേറ്റ്സ് അല്ല, പല തരത്തിലുള്ള റൂമേഴ്സൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫൈനലി ഒരു ചെറിയൊരു കൺഫേം ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് അല്ലെങ്കിലും ഏകദേശം റിയൽ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ പറയാൻ പറ്റും. അതായത് മാർവൽ ടെലിവിഷൻ നോവ എന്നുള്ളൊരു ഡിസ്നി പ്ലസ് സീരീസ് ഇപ്പം അടുത്ത വർഷം, അതായത് നെക്സ്റ്റ് ഇയർ ഒരു മാർച്ച് ഏപ്രിൽ മെയ് ആ ഒരു സമയത്ത് ഇതിൻ്റെ ഒരു ഷൂട്ടിംഗ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രൊഡക്ഷനും കാര്യങ്ങളും സ്റ്റാർട്ട് ആകും എന്നുള്ള രീതിയിലൊരു അപ്ഡേറ്റ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊരു സീരീസ് ആയിട്ടാണ് വരുന്നതെന്നാണ് ഇപ്പം നമുക്ക് കറൻറ്റ്ലി കിട്ടിയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഇത്രയും അപ്ഡേറ്റൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു ഡിസ്നി റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ഈവൻറ്റിൽ വെച്ച് നമുക്ക് കിട്ടിയിട്ടുള്ള. അപ്പം ഇനി അടുത്ത അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇനി എപ്പോൾ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് D23 എക്സ്പോ എന്നുള്ളൊരു ഈവൻറ്റ് വരുന്നുണ്ട്. മാർവലിൻ്റെ ഒരു മെയിൻ ഇവൻറ്റ് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക, ബ്രേവ് ന്യൂ വേൾഡ്, ബ്ലേഡ്, ഷാങ്ചി 2, മൂൺ നൈറ്റ് ഇതേപോലുള്ള പലതരം മൂവീസിൻ്റെ അപ്ഡേറ്റ്സും ട്രെയിലേഴ്സൊക്കെ നമുക്ക് ആ ഒരു സംഭവത്തിൽ കിട്ടും. അത് ഈ വർഷം ഓഗസ്റ്റിൽ വെച്ചിട്ടാണ് ഈ ഒരു ഈവൻറ്റ് നടത്താൻ അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്ക് കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചേക്കാം. അതിനുശേഷം നമ്മൾ നേരെ നമ്മുടെ സോണിയുടെ സൈഡിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ വെനം ലാസ്റ്റ് ഡാൻസ് എന്നുള്ളൊരു ടൈറ്റിലാണ് നമുക്ക് ഇത്ര നാളും കിട്ടിയിട്ടുള്ളത്. അപ്പം ഈ ഒരു പടത്തിൻ്റെ ഫസ്റ്റ് ഒഫീഷ്യൽ ട്രെയിലർ വരുന്ന ജൂൺ മാസത്തിൽ നമുക്ക് കിട്ടാൻ പോവുകയാണെന്ന് ഇപ്പോൾ ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. ഇത് സോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഇൻസൈഡേഴ്സ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മിക്കവാറും അടുത്ത വർഷം, അതായത് അടുത്ത മാസം ജൂൺ മാസത്തിൽ തന്നെ കിട്ടുമെന്ന് നമുക്ക് ഏകദേശം ഉറപ്പിക്കാൻ പറ്റും. പിന്നീട് എടുത്ത് പറയേണ്ട നമ്മുടെ MCൻ്റെതായിട്ടുള്ളൊരു ചെറിയൊരു കുട്ടി അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഹോക്കോയ് സീരീസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു എപ്പിസോഡല്ല സീരീസ് ആയിരുന്നു. പക്ഷേ അതിൻ്റെ ഫൈനൽ എപ്പിസോഡ് അവരെന്തോ കാണിച്ച് കുട്ടി പെട്ടെന്ന് തീർത്തതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ നമുക്ക് അതിനകത്ത് കാണിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു, നമ്മുടെ കേറ്റ് ബിഷപ്പിനെ പോലുള്ള പുതിയ ക്യാരക്ടേഴ്സിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു സീരീസിൻ്റെ സീസൺ 2 എന്തായാലും ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ടെന്നുള്ള രീതിയിൽ ചെറിയൊരു സോഴ്സിൽ നമുക്കൊരു അപ്ഡേറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെ നമ്മുടെ ഹോക്കോയ് സീസൺ 2 വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെന്നുള്ള കാര്യം ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ ഏകദേശം നമ്മുടെ സീരീസിൻ്റെ സൈഡിൽ നിന്നും മൂവീസിൻ്റെ സൈഡിൽ നിന്ന് ആ ഒരു വെനത്തിൻ്റെ അപ്ഡേറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഈ ഒരു സീരീസ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് തന്നെയാണ് വന്നിട്ടുള്ളത്.
അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഏതാണെന്ന് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്തേക്കണം. അതേപോലെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സീരീസ് പ്രോജക്റ്റ് ഏതാണെന്നും കൂടെ ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ ഇനി കൂടുതൽ പറഞ്ഞ് വലിച്ചു നീട്ടി ബോറടിപ്പിക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടെ ഒന്ന് ചെയ്ത് താഴെ കാണുന്ന ബെല്ലൈക്കണം കൂടെ ഒന്ന് ഓൾ എനേബിൾ ചെയ്തിട്ടുണ്ടെന്നാൽ ഞാനപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഒരു പുതിയ വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ഗൈസ്.